ഹായ് ഫ്രണ്ട്സ്, മഞ്ജിമ ഹോട്ടലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ മഴയുണ്ടായിരുന്നു. രാവിലെ തൊട്ടേ മഴ പെയ്യും, മഴ തോരും, മഴ പെയ്യും, മഴ തോരും, അങ്ങനെ നിൽക്കുക കാലാവസ്ഥ. ഇത് ഞങ്ങളെ വീട്ടിലെ പുളിച്ചിയാണ്. മഞ്ജിമ ഹോട്ടലിലെ വീട്ടിലെ പുളിച്ചിയാണ്. ഈ പുളിച്ചിയിൽ ഇടയ്ക്ക് നിറയെ കാ പിടിച്ച്, ഇപ്പം കുറച്ചൊക്കെ ഉള്ളു. ഇതിന് ഞങ്ങൾ പുളിച്ചി എന്നാണ് പറയുന്നത്. മീൻകറിയിലിടാൻ നല്ലതാണ്. നിങ്ങളൊക്കെ എന്ത് പേരാ പറയുന്നതെന്ന് പറയണേ. മഞ്ജിമ ഹോട്ടലിൽ ഇന്ന് ഞങ്ങൾക്ക് രാവിലെ ഒരു ഓർഡർ വന്നു. ഓർഡർ എന്താണെന്ന് വെച്ചാൽ സ്നാക്സാണ്. കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ. അങ്ങനെ കട്ട്ലറ്റിനുള്ള പരിപാടിയിലായിരുന്നു രാവിലെ. ഒരാൾ കട്ട്ലറ്റിൻ്റെ വർക്കിലേക്ക് പോയി, ബാക്കിയുള്ളവരെല്ലാവരും അതിൻ്റേതായ ബാക്കി കാര്യങ്ങളിലേക്ക് പോയി. അപ്പോൾ കട്ട്ലറ്റിന് ഞങ്ങൾ അതിൽ ചേർക്കേണ്ട സവോള, ഇഞ്ചി, മല്ലിയില, പച്ചമുളക് എല്ലാം റെഡിയാക്കി. ചിക്കൻ്റെ എല്ല് കളഞ്ഞിട്ട് ബോൺലെസ് ആക്കിയിട്ടാണ് ചിക്കൻ എടുക്കേണ്ടത് കട്ട്ലറ്റിന്. പിന്നെ ഉള്ളി, ഇഞ്ചി എല്ലാം ഒക്കെ വഴറ്റി എല്ലാം റെഡിയാക്കി. ചിക്കൻ നമ്മൾ കുക്കറിനകത്ത് വേവിക്കണം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് വേവിക്കണം. അതേപോലെ അത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങും പൊട്ടാറ്റോയും വേവിക്കണം, പുഴുങ്ങണം. എല്ലാം പുഴുങ്ങി മാറ്റി വയ്ക്കുക. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ചിക്കനിൽ വെളുത്തുള്ളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ബീഫ് ആകുമ്പം നമ്മൾ വെളുത്തുള്ളി ഇടണം. ഈ വഴറ്റിയ ഈ സാധനങ്ങളിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു പിഞ്ച് മല്ലിപ്പൊടി ഇത്രയും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് എല്ലാം റെഡിയാക്കിയിട്ട് മല്ലിയില മസ്റ്റായിട്ട് ഇടണം കേട്ടോ. മല്ലിയിലയാണ് അതിൻ്റെ ഫേവറേറ്റ്. മല്ലിയില ഇട്ട് ചിക്കൻ നമ്മൾ ഗ്രൈൻഡറിൽ വെച്ച് ശകലം ഒന്ന് പൊടിക്കണം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും എടുക്കാം. അതല്ലെങ്കിൽ ഗ്രൈൻഡറിൽ വെച്ച് ചെറുതായിട്ടൊന്ന് കറക്കിയാൽ മതി, അത് പൊടിഞ്ഞു വരും ഇതേപോലെ. അത് കഴിഞ്ഞിട്ട് പൊട്ടാറ്റോ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തിട്ട് പൊട്ടാറ്റോയും ഈ ചിക്കൻ പൊടിച്ചതും കൂടി നല്ലതുപോലെ മാഷ് ചെയ്യണം. ഇളക്കണം, നല്ലോണം ചേർക്കണം, ഇളക്കി ചേർത്തിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. ഇതേപോലെ ഇപ്പം നല്ലോണം ചിക്കനും പൊട്ടാറ്റോയും മസാലയും എല്ലാം കൂടി നല്ലപോലെ യോജിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ആവശ്യത്തിന് മുട്ട 2, 3, 4 നമ്മൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി അതനുസരിച്ച് മുട്ട എടുക്കണം. മുട്ട എടുത്തിട്ട് അതിൻ്റെ മഞ്ഞക്കരു ഒരെണ്ണമല്ല വെച്ചിരുന്നാൽ മതി, ബാക്കി അങ്ങ് മാറ്റിയിട്ട് നല്ലതുപോലെ ഒരു വിസ്ക് വെച്ച് അടിച്ച് പതപ്പിക്കണം. മുട്ട നല്ലോണം പതപ്പിക്കണം. അതിനകത്ത് ഈ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഉരുളയാക്കി ഇട്ട് കൊടുക്കണം. ഉരുളയാക്കി ഇട്ട് കൊടുത്തിട്ട് ബ്രെഡ് ഞങ്ങൾ പൊടിച്ചാണ് വയ്ക്കുന്നത്. ബ്രെഡ് മേടിച്ച് പൊടിക്കും, ബ്രെഡ് ക്രംസ് മേടിക്കില്ല. ബ്രെഡ് മേടിച്ച് പൊടിച്ച് ചെറുതായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ നല്ലതാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് മുട്ടയുടെ മഞ്ഞയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് ഇതേപോലെ ഉരുളകളാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് നമുക്ക് ഷേപ്പാക്കി എടുത്തിട്ട് പിന്നെ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. നമുക്ക് ഇന്ന് എണ്ണയിലിട്ട് വറുക്കാതെ അവർ വറുത്തോളും, വൈകുന്നേരം അവർ വറുക്കും. അങ്ങനെ കൊടുത്താൽ മതിയായിരുന്നു. ഞങ്ങൾക്ക് ടേസ്റ്റൊക്കെ നോക്കണമല്ലേ, കഴിക്കാൻ വേണ്ടി ഒരു 5-6 എണ്ണം വറുത്തതാണ്. നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടേ കൊടുക്കൂ. എല്ലാം ഉപ്പും എല്ലാമൊക്കെ നോക്കണമല്ലോ. അങ്ങനെ അതിന് വേണ്ടി വറുക്കുന്നതാണ്. അവർക്ക് നമ്മൾ വറുക്കാതെ കട്ട്ലറ്റാക്കി കൊടുക്കുക. അവർ സമയത്ത് വറുത്തോളും. ഓർഡർ അനുസരിച്ച് ഇതേപോലെ ഞങ്ങളാക്കി കൊടുക്കലുണ്ട്. കട്ട്ലറ്റ്, സമൂസ, പഴംപൊരി എല്ലാം ആക്കി കൊടുക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.